ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ വായനഭാഗം 2 രാജാക്കന്മാർ 23 മുതൽ 25 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ കുറിവാക്യം 2 രാജാക്കന്മാർ 25-ാം അധ്യായം 7-ാം വാക്യം. അവർ സിദക്കിയാവിൻ്റെ പുത്രന്മാരെ അവൻ കാൺകെ കൊന്നു. സിദക്കിയാവിൻ്റെ കണ്ണ് പൊട്ടിച്ചിട്ട് 2 ചങ്ങല കൊണ്ട് അവനെ ബന്ധിച്ച് ബാബേലിലേക്ക് കൊണ്ടുപോയി. യഹൂദ രാജ്യത്തിൻ്റെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടങ്ങളാണ് ഇന്നത്തെ വായനാഭാഗത്ത് വിവരിക്കുന്നത്. യോശിയ രാജാവ് നടപ്പിലാക്കിയ ഭരണപരിഷ്കാരങ്ങളും അതിനുശേഷം രാജ്യം നേരിടുന്ന തകർച്ചയും തുടർന്ന് ആ ജനത പ്രവാസത്തിലേക്ക് പോകുന്നതുമാണ് നാം കാണുന്നത്. അതിലൂടെ ദൈവജനത്തിൻ്റെ ചരിത്രത്തിലെ പ്രത്യാശയുടെ ഉദയവും അതിനുശേഷമുള്ള ഇരുളടഞ്ഞ അവസ്ഥയും നമുക്ക് വെളിവാകുവാനായിട്ട് സാധിക്കുന്നു. ഈ സംഭവത്തിൽ നിന്നും ദൈവവുമായുള്ള ഉടമ്പടി ലംഘിക്കുമ്പോൾ ഒരു ജനതയ്ക്ക് എന്ത് സംഭവിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം. ഒന്നാമതായിട്ട് ദൈവത്തിൻ്റെ ന്യായവിധി ഉണ്ടാകുന്നു. യോശിയ രാജാവ് ദൈവിക വഴികളിൽ നടന്നുവെങ്കിലും ആത്മീയമായ നവീകരണങ്ങൾ നടത്തിയെങ്കിലും യഹൂദായുടെ മേലുള്ള ദൈവകോപം ഇവിടെ മാറുന്നില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അത് 2 രാജാക്കന്മാർ 23-ാം അധ്യായം 26-27 വാക്യങ്ങളിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കുന്നു. കാരണം രാജാവായ മനശ്ശെ ചെയ്ത പാപങ്ങളും അതിലൂടെ ഉണ്ടായ ജനത്തിൻ്റെ ഹൃദയ കാഠിന്യവും അത്രമേൽ വലുതായിരുന്നു എന്ന് കാണാം. മനശ്ശെ രാജാവ് യഹോവയെ കോപിപ്പിച്ച സകല കോപഹേതുക്കൾ നിമിത്തം യഹൂദായുടെ നേരെ ജ്വലിച്ച തൻ്റെ മഹാകോപത്തിൻ്റെ ഉഗ്രതയെ യഹോവ വിട്ടുമാറാതെ ഞാൻ ഇസ്രായേലിനെ നീക്കിക്കളഞ്ഞതുപോലെ യഹൂദായെയും എൻ്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളയുകയും ഞാൻ തിരഞ്ഞെടുത്ത ഈ യെരൂശലേം നഗരത്തെയും എൻ്റെ നാമം അവിടെ ഇരിക്കുമെന്ന് ഞാൻ അരുളി ചെയ്ത ആലയത്തെയും ത്യജിച്ചു കളയും എന്ന് ഇവിടെ യഹോവ കൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനാൽ ദൈവിക ന്യായവിധി സംഭവിക്കുക തന്നെ ചെയ്യുന്നു. ദൈവത്തിൻ്റെ കൃപ എത്ര വലുതാണോ അത്ര തന്നെ ഗൗരവമുള്ളതാണ് അവിടുത്തെ നീതിയും. എന്നാൽ ദൈവിക സൃഷ്ടികളായ നാം, അഥവാ ദൈവസന്നിധിയിൽ ഏറ്റവും നിസ്സാരരായ നാം അതിനെ നിസ്സാരമായി കണ്ടാൽ തീർച്ചയായും നാം ഓരോരുത്തരും ന്യായവിധിക്ക് യോഗ്യരാകും എന്ന് ഇന്നത്തെ വേദഭാഗം നമ്മോട് പറയുന്നു. രണ്ടാമതായിട്ട് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ഇവിടെ ജനം പ്രവാസത്തിലേക്ക് പോകുന്നു എന്നതാണ്. യോശിയാവിന് ശേഷം ഭരണമേറ്റ രാജാക്കന്മാരായ യഹോവാഹാസ്, യഹോയാക്കീം, സിദക്കിയാവ് എന്നിവർ യഹോവയ്ക്ക് അനിഷ്ടമായത് തന്നെ പ്രവർത്തിക്കുകയും ദൈവകോപത്തിന് ഇടം നൽകുകയും ചെയ്യുന്നു. അതാണ് 2 രാജാക്കന്മാരുടെ പുസ്തകം 24-25 അധ്യായങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ഇവിടെ യെരൂശലേമിൻ്റെ പതനം സംഭവിക്കുകയും നെബൂഖദ്നേസർ രാജാവ് യെരൂശലേം പിടിച്ചടക്കുകയും ദൈവാലയം ചുട്ട് നശിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ ഇസ്രായേലിൻ്റെ അഭിമാനമായ ദൈവാലയവും ദാവീദിൻ്റെ സിംഹാസനവും തകർക്കപ്പെട്ടു. തികച്ചും ശൂന്യതയുടെ അനുഭവം ഇവിടെ സംജാതമാവുകയാണ് ചെയ്യുന്നത്. ദൈവം തൻ്റെ ജനത്തെ ഉപേക്ഷിച്ചു എന്ന് തോന്നിക്കുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാകുന്നു. എന്നാൽ ദൈവത്തോടും ദൈവവചനത്തോടുമുള്ള വിശ്വസ്തതയാണ് ഒരു ജനതയുടെ നിലനിൽപ്പിന് ആധാരമാകുന്നത്. അതിനാൽ പ്രിയ ദൈവജനമേ, ദൈവം നൽകിയ അനുഗ്രഹങ്ങളെയും സ്വാതന്ത്ര്യത്തെയും വിലമതിക്കുകയും ദൈവഹിതപ്രകാരം നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുകയും ചെയ്യാം. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന പ്രിയ ദൈവമേ, ദൈവിക വഴികളിൽ നടക്കുവാനും ന്യായവിധിയിൽ നിന്ന് ഒഴിഞ്ഞിരിപ്പാനും ഞങ്ങളെ ഏവരെയും സഹായിക്കണമേ. ദൈവത്തോടും ദൈവവചനത്തോടും വിശ്വസ്തരായി നിലനിൽപ്പാൻ എപ്പോഴും ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. ആമേൻ.